വഖഫ് നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട സമസ്ത വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് നിയമത്തിന്റെ പേരിൽ ഭൂമി പിടിച്ചെടുക്കുന്നുവെന്നും കെട്ടിടങ്ങൾ തകർക്കുന്നുവെന്നും സമസ്ത ഹർജിയിൽ പറയുന്നു. ഇത്തരം നടപടികൾ സുപ്രീം കോടതി നൽകിയ ഉറപ്പുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ കൂട്ടിച്ചേർക്കുന്നു. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വിധി പറയാനിരിക്കെയാണ് പുതിയ ഹർജിയുമായി സമസ്ത വീണ്ടും സുപ്രീം കോടതിയിലെത്തിയത്. നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് അഭിഭാഷകനായ സുൽഫിക്കർ അലി വഴി സമസ്ത കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പുതിയ നിയമം ഉപയോഗിച്ച് വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുകയോ സ്വഭാവം മാറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു എങ്കിലും ചില സംസ്ഥാനങ്ങളിലെങ്കിലും കാര്യങ്ങൾ മറിച്ചാണെന്ന് ഹർജിയിൽ പറയുന്നു. നിയമത്തിന്റെ പിൻബലത്തോടെ ഭൂമി ഏറ്റെടുക്കുകയും ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്യുന്നുവെന്ന് സമസ്ത ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ ഉറപ്പ് ലംഘിച്ച് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നടപടിയുണ്ടാകുന്നുവെന്ന് സമസ്ത പറയുന്നുണ്ട്. ഇത് സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും അതുകൊണ്ട് നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സമസ്ത ആവശ്യപ്പെടുന്നു. നിലവിൽ വഖഫ് ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. 2025 ഏപ്രിൽ ആദ്യമാണ് നിലവിലെ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തത്. വലിയ പ്രതിഷേധമുണ്ടായെങ്കിലും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോയി. തുടർന്നാണ് 75 ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ച് വിധി പറയാനായി മാറ്റിയിട്ടുള്ളത്. വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്താക്കി മാറ്റാനാണ് നിയമം കൊണ്ടുവന്നത് എന്നാണ് അന്ന് സമസ്ത വാദിച്ചത്. വഖഫ് നിയമ ഭേദഗതി വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുമെന്നും വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളുമായി മാറുമെന്നും ഹർജിയിൽ പറയുന്നു. പുതിയ സാഹചര്യത്തിൽ വഖഫ് നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.